വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തെ തുടർന്ന് ഒഴിവാക്കപ്പെട്ട ബീഹാറിലെ വോട്ടർമാർക്ക് എതിർപ്പറിയിക്കാൻ 2 ആഴ്ച കൂടി സമയം നൽകി സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൽസ്ഥിതി റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശം. പേരുൾപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർമാരെ സഹായിക്കണമെന്നും കോടതി. പരിഷ്കരണ നടപടികളിൽ സുപ്രീം കോടതി നിരീക്ഷണം തുടരും. നടപടികൾ പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇതൻ സുമോദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഇതൻ സുമോദ്, സുപ്രീം കോടതിയിൽ ഏത് തരത്തിലുള്ള വാദമുഖങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നത്? സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട വാദങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷം ഇടക്കാല വിധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആ ഇടക്കാല വിധിയിൽ പറഞ്ഞിരിക്കുന്നത് 65 ലക്ഷം പേരെ ഒഴിവാക്കിയതിന്റെ കാരണമടക്കം വ്യക്തമാക്കി ആ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു. ഇന്ന് സുപ്രീം കോടതിയിൽ കേസ് പരിഗണിച്ചപ്പോൾ സോളിസിറ്റർ ജനറൽ അടക്കമുള്ളവർ ഇക്കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഹർജിക്കാർ ആ സമയത്ത് ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ആധാർ ഇപ്പോഴും ഈ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട രേഖയായി പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. സുപ്രീം കോടതി ഇന്ന് വീണ്ടും ഇടക്കാല ഉത്തരവ് ഇട്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ആധാർ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വിട്ടുപോയവർക്ക് നേരിട്ട് പോയി സമർപ്പിക്കേണ്ട, പകരം ഓൺലൈനായിട്ട് പോലും ഇക്കാര്യത്തിൽ സമർപ്പിക്കാം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് ഈ രാഷ്ട്രീയ പാർട്ടികൾ ആരും ഇതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല, ഈ ഒഴിവാക്കപ്പെട്ടവരെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി സഹായിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കണം. ഒഴിവാക്കപ്പെട്ടവരെ വീണ്ടും പട്ടികയിലേക്ക് ചേർക്കാനും അർഹതപ്പെട്ടവർക്ക് യഥാർത്ഥ വോട്ടിംഗ് അവകാശം നേടിയെടുക്കാനും വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ സഹായിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട 12 രാഷ്ട്രീയ പാർട്ടികൾക്കും സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ശരി, ഡിതൻ സുമോദാണ് വിവരങ്ങൾ.